ഇതേമാതിരി ഒരു പീസ് ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ വേറൊരു പീസ് ഇതേമാതിരി രണ്ട് പീസ് ഒരു ബാഗിന് വേണ്ടിയിട്ട് 2 പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ 2 പീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കണം. ഇവിടെ ജോയിൻ്റ് ആക്കിയാലല്ലേ ഇവിടെ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ 6 പീസ് എണ്ണം വരും. മേലെ താഴെ 3 7 എണ്ണം വരും. അങ്ങനെയായിട്ട് കുറച്ച് വീതി കൊടുക്കുന്നത് താഴെ അങ്ങനെ ചെരിഞ്ഞ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കണം. ഇവിടെ അങ്ങനെ ഈ കണ്ടത് ഇങ്ങനെയല്ലേ വരുന്ന ഈ 2 പീസും കൂടെ ജോയിൻ്റ് ആക്കണം. അതെങ്ങനെയാണ് ജോയിൻ്റ് ആക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ്റ് ആക്കി എടുക്കണമല്ലോ, എന്നാലേ ഒരു ബാഗിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അറ്റത്തുള്ള ഞാൻ കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നൂല് പുറത്തെടുക്കുക. എന്നിട്ട് ഇതാ ഒരു പേൾ ബീഡ് ഇത് പുറത്തെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി മറ്റേതിൻ്റെ അർത്ഥം ഈ അറ്റം വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇങ്ങോട്ട് പുറത്തെടുക്കുക. അങ്ങനെ പുറത്തെടുത്ത് അപ്പോൾ 2 അറ്റമായി ഇവിടെ കണ്ടോ. ഇതേമാതിരി അപ്പോൾ ഇത് ലെവലാക്കണം, രണ്ടും ഒരേ ലെവലിൽ കൊണ്ടുവരണം, എന്നാലേ ഇത് അല്ലെങ്കിൽ വേസ്റ്റായി പോകുന്നെങ്കിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ അതെവിടെ 3 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നൂലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 2 ഈ ഭാഗത്തുള്ള ഓരോന്നിൻ്റെ ഉള്ളിൽ 6 എണ്ണം വീണം ഒരു റൗണ്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെയും കൂടെ ഒരു നൂല് പുറത്ത് കൊണ്ടുവരിക. ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് കൊണ്ടുവരാൻ വലിയ പ്രയാസം. കുറക്കുന്ന സമയത്ത് മറ്റേതിനുള്ളിൽ കൂടെയും കൂടി പോയി ഒന്നിൻ്റെ ഉള്ളിൽ പുറത്ത് കൊണ്ടുവന്നു. ഞാൻ അതപ്പോൾ കണ്ടു. അടുത്ത സൈഡിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും ഇതേമാതിരി തന്നെ. അപ്പോൾ അതാ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ എത്രയായി അറിയാം? 5 മുത്തുകളായി. ഇനി അതിൻ്റെ നടുക്കിൽ ഒരു പേൾ ബേർഡ് എടുക്കുക. ഒരു പേൾ ബേർഡ് എടുത്തിട്ട് ഒരറ്റത്ത് പുറത്ത് കൊടുക്കുക. ഉണ്ടോ? ഒരറ്റത്ത് പുറത്ത് കൊടുത്തിട്ട് അറ്റേൻ്റെ ഉള്ളിൽ കൂടി ഇത് പുറത്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മറ്റേ നൂലിൻ്റെ മറ്റേ അറ്റം പുറത്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യിച്ചാൽ അങ്ങനെ അപ്പോൾ ഒരു റൗണ്ടിൽ വന്നു. കണ്ടു ഇവിടെ കണ്ട് റൗണ്ടായി വന്നത്. ഇനി അടുത്ത അപ്പോൾ ഈ ഒരു ബീഡ് നമ്മൾ കണക്കാക്കണം. പിന്നെ 2ൻ്റെ മുകളിൽ ഒരു സൈഡിലുള്ള 2 എണ്ണത്തിൻ്റെ മുകളിൽ കൂടെ കൊടുത്തെടുക്കുക. ടോട്ടൽ 6 എണ്ണം. റൗണ്ട് ശരിയാവണമെങ്കിൽ 6 മുത്തെടുത്തിട്ടാണല്ലോ നമ്മൾ കോർക്കാറുള്ളത്. അപ്പോൾ 6 മുത്ത് വേണം. ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പുറത്തെടുത്തു. രണ്ടാമത്തേൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തെടുക്കുക. അതേമാതിരി തന്നെ ഈ സൈഡിലും ചെയ്തെടുക്കണം. ഈ സൈഡിലും 2 മുത്തിനുള്ളിൽ കൂടെ പുറത്തെടുക്കണം. ഒന്നിൻ്റെ ഉള്ളിൽ കൂടി വരുന്നുണ്ട്. അങ്ങനെ പുറത്തെടുത്തിട്ട് ഒരു പേൾ ബീഡ് എടുക്കുക. ഒരു പേൾ ബീഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക.
ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കുറത്ത് മറ്റേ അറ്റം കുറത്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്തെടുത്ത മാതിരി തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കണ്ടേ, ഇവിടെ ഒരു റൗണ്ട് വന്ന കണ്ടു. അതേമാതിരി ഇങ്ങനെ ഓരോന്നായിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് കോർത്തെടുത്ത് അവിടെ ഇത് ജോയിൻ്റ് ആവും. അപ്പോൾ ഒരു ബാഗായിട്ട് നമുക്ക് കിട്ടും.